ഹായ് ഡിയർ മക്കളെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട പ്രകാരം നിങ്ങൾക്കുള്ള ലൈവ് ക്ലാസ്സുമായിട്ട് ഞാൻ നാളെ വരുവാണ് മക്കളെ. +2 മാത്സിൻ്റെ സേ എക്സാമിൻ്റെ ലൈവ് ക്ലാസ്. മക്കളെ, ഇത് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയുള്ള ലൈവ് ക്ലാസ് അല്ലെന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ സേ എന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നത്. കാരണം ഇംപ്രൂവ്മെൻറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലൈവ് ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അവർ ഹൈ മാർക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ട ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിനുള്ള ടൈം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് സേ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ് ആയിരിക്കും എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞുകൊള്ളുന്നു. അതായത് നാളത്തെ ലൈവ് ക്ലാസ്സിൽ ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ അങ്ങനെയുള്ള ടഫ് ചാപ്റ്റേഴ്സ് ഒന്നും ഞാൻ പഠിപ്പിക്കത്തില്ല. എങ്കിലും ആ ചാപ്റ്ററിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ ചെയ്യിപ്പിക്കും. പക്ഷേ ഇൻ്റഗ്രേഷൻ അങ്ങനെയുള്ള ടഫ് ചാപ്റ്റർ ഞാൻ പഠിപ്പിക്കത്തില്ലെന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ ബാച്ചിലുള്ള മക്കൾക്കറിയാം എവിടെ നിന്ന് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നോ അതെല്ലാം ഞാൻ നിങ്ങൾക്കായിട്ട് തരും, അല്ലേ? അപ്പോൾ ബാച്ചിലുള്ള കുട്ടികൾക്ക് നാളെ ഇത് റിവിഷൻ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എല്ലാ മക്കളും, ബാച്ചിലുള്ളവരും ബാച്ചിലില്ലാത്തവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവരും മക്കളെ നാളെ 6 മണിക്ക് തന്നെ വരിക. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, ഞാൻ വിചാരിക്കുന്ന ഒരു 5 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പിറ്റേ ദിവസം ജയിക്കാൻ വേണ്ടിയുള്ള കാര്യം പഠിക്കാൻ പറ്റും. ഒരു ഫുൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് തീരത്തില്ല. പക്ഷേ ജയിക്കാൻ വേണ്ട, ഡബിൾ പാസിൻ്റെ അപ്പുറം വേണ്ട കുട്ടികൾക്ക് നാളത്തെ ക്ലാസ് കണ്ടാൽ ജയിക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പാണ്. കൂടാതെ എനിക്കറിയാം നിങ്ങൾ റാപ്പിഡ് റിവിഷൻ സീരീസ് കണ്ട് വന്ന മക്കളായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ബാച്ചിൽ ഫുൾ പഠിച്ച് കഴിഞ്ഞ് വന്ന മക്കളായിരിക്കാം. എന്തായാലും ഒരു കൺസെപ്റ്റും അറിയാതെ ഒരാളും എനിക്ക് തോന്നുന്നില്ല തലേദിവസം ലൈവ് കാണുമെന്ന്. എന്തെങ്കിലുമൊക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും നാളെ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതാൻ പറ്റും. ഇനി അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ മക്കളെ, എൻ്റെ റാപ്പിഡ് റിവിഷൻ സീരീസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതെങ്കിലും കണ്ടിട്ട് വരിക. അപ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവാം. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിടുക്കനായിട്ട് പിറ്റേ ദിവസത്തെ എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഓക്കെ, നിങ്ങൾ തയ്യാറാണല്ലോ? അപ്പോൾ മക്കളെ, നാളത്തെ ദിവസം ഞാൻ നിങ്ങൾക്കായിട്ട് ആ ഒരു ടൈം നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുവാണ്. എൻ്റെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് തിരക്കുകൾ മാറ്റിവെച്ച് ഞാൻ നിങ്ങൾക്കായിട്ട് വരുവാണ് മക്കളെ. സോ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം മക്കൾസ് നാളത്തെ ലൈവിൽ പങ്കെടുക്കുക. കാരണം ഞാൻ പറഞ്ഞില്ലേടാ മക്കളെ, 35,000-ഓളം കുട്ടികളാണ് തോറ്റിരിക്കുന്നത്. ഇവരൊക്കെ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ ഓരോ ക്ലാസ്സിൻ്റെ റാപ്പിഡ് റിവിഷൻ സീരീസിൻ്റെ വ്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും കുട്ടികളൊന്നും അല്ല ക്ലാസ് കാണേണ്ടത്. ഇഷ്ടംപോലെ കുട്ടികൾ അവരെവിടെയാണെന്ന് എനിക്കറിയത്തില്ല. അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകണം മക്കളെ. എല്ലാവരും ജയിക്കണം. എല്ലാവരും ജയിച്ചിരിക്കും. എനിക്കറിയാം നിങ്ങൾക്ക് ടെൻഷനായിരിക്കും. കാരണം നാളെ ഒരു ദിവസം കൂടിയുള്ളൂ, അല്ലേ? ഇത്രയും ദിവസം നമ്മൾ കളഞ്ഞു, നഷ്ടപ്പെടുത്തി. അതൊന്നും ആലോചിച്ചിട്ട് ഇനി കാര്യമില്ല. ഇനി നമ്മൾ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, നാളത്തെ ഒരു ദിവസം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഞാൻ വൈകിട്ട് ക്ലാസ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയം നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കണ്ട് പഠിക്കാം. ഞാൻ പറഞ്ഞു എൻ്റെ റാപ്പിഡ് റിവിഷൻ സീരീസ് കണ്ട് പഠിക്കുമെങ്കിലും ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചിട്ട് എവിടുന്നെങ്കിലുമൊക്കെ പഠിച്ച് പല ബാച്ചിലൊക്കെ ചേർന്ന് പഠിച്ച കുട്ടികളുണ്ട്, എനിക്കറിയാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും അത് കണ്ട് പഠിച്ചതിന് ശേഷം ക്ലാസ്സിൽ വരുവാണെങ്കിൽ സിമ്പിളായിട്ട് ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് പഠിച്ചു പോകാം. പിന്നെ എൻ്റെ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ നമുക്ക് പഠിച്ച് നമുക്ക് പിറ്റേ ദിവസത്തെ എക്സാം കിടിലനായിട്ട് എഴുതാം. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ നിങ്ങളുടെ കൈ കിട്ടുമെന്നും ക്വസ്റ്റ്യൻ പേപ്പറിലെ എവിടെയൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എവിടെ എത്രാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും, എങ്ങനെ എഴുതാം, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം മക്കളെ. അപ്പോൾ എല്ലാവരും നാളത്തെ ലൈവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുത്തോളുക. ഇങ്ങനെ ഒരു സാറുണ്ട്, ഈ സാറ് ലൈവായിട്ട് നാളെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പങ്കെടുക്കുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ. മാക്സിമം മക്കളെ, ഇപ്പം തന്നെ ഞാൻ ലൈവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നേരെ അവിടെ കയറുക, ഒന്ന് ലൈക്ക് അടിക്കുക. എത്ര കുട്ടികൾ വെയിറ്റിംഗ് ആണെന്ന് നോക്കട്ടെ. മാക്സിമം ലൈക്ക് അടിക്കുക. ആ ലൈക്ക് എത്രത്തോളം കയറുമെന്ന് ഞാൻ നോക്കട്ടെ. അത്രയും കുട്ടികളുടെ ലൈക്ക് എനിക്ക് വരുമ്പോൾ എനിക്കറിയാം ഇത്രയും കുട്ടികൾ നാളത്തെ ലൈവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് എനിക്കറിയാം. എനിക്കും കൂടെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുത്തോണം. നാളെ ലൈവായിട്ട് ഞാൻ വരുവാണെന്ന് എല്ലാവരോടും പറഞ്ഞേക്കട്ടോ. തകർത്ത് പഠിക്കാൻ മക്കളെ. ഡബിൾ പാസ് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. മക്കളെ, നാളത്തെ ലൈവ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും നന്നായിട്ട് പഠിച്ച് സെറ്റ് ആയിക്കോണം കേട്ടോ മക്കളെ. ഓക്കെ, ബൈ.